കാസർഗോഡ് ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ IAS ചുമതലയേറ്റു. രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തി കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിൽ നിന്ന് ചുമതല സ്വീകരിച്ചു. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ, ലേബർ കമ്മീഷണർ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കാസർഗോഡിന്റെ 25ാമത് ജില്ലാ കളക്ടറെയാണ് അർജുൻ പാണ്ഡ്യൻ ചുമതല ഏൽക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ICDS മികച്ച ജില്ലാ കളക്ടറുള്ള പുരസ്കാരവും, റവന്യൂ വകുപ്പിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടും ഒരുപാട് പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം കാസർഗോഡ് ജില്ലാ കളക്ടറായിട്ട് ചുമതല ഏൽക്കുന്നത്. ഇന്നലെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ട് ചുമതല കൈമാറിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ചുമതല ഏൽക്കുന്നത്. തൃശ്ശൂർ ഞാൻ 1.5 കൊല്ലത്തിൻ്റെ മേലെ ജില്ലാ കളക്ടറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ട്രാൻസ്ഫർ ഓർഡറിലാണ് കാസർഗോഡേക്ക് വരുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്നുള്ളത് അറിയാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള ഒരു ജില്ല തന്നെയാണ്. ഇപ്പം അടുത്ത് തന്നെ വരുന്നത് ഇലക്ഷനാണ്. ഇപ്പം ഇലക്ഷൻ മികച്ചതായിട്ട് രീതിയിൽ നടത്താനും ജില്ലയിലെ പ്രശ്നങ്ങളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും എല്ലാവരെയും കേട്ടുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും വികസന പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷെ അതേ രീതിയിൽ വർക്ക് മികച്ച രീതിയിൽ നമ്മൾ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ഏകദേശം 8ാമത്തെ ജില്ലയാണ്. പല പോസ്റ്റിലായിട്ട് 7 ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ജില്ലയിലാണ് ഞാൻ വരുന്നത്. എല്ലാ ജില്ലയിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നല്ലൊരു ടെന്യൂർ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നും കൂടെ പ്രതീക്ഷിക്കുന്നു. അല്ല, അവാർഡല്ല, നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ പല വർഷങ്ങളും നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ നല്ലൊരു ടെന്യൂർ ആയിരുന്നു. പക്ഷെ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ല, എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം ജില്ലയായിട്ട് കണ്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എവിടെ വർക്ക് ചെയ്യുന്ന ആ സ്വന്തം ജില്ല. പക്ഷെ തൃശ്ശൂരിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും അവിടെ തന്ന സ്നേഹവും എല്ലാം ഇവിടത്തേക്ക് മുതൽക്കൂട്ടാവുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഒരു കോൺഫിഡൻസും ഒരു ട്രസ്റ്റും അവിടെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം ഒഫീഷ്യൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് വന്നിട്ടുണ്ട്. കാസർഗോഡ് വർക്ക് ചെയ്തിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലായിട്ട് ഏറ്റവും എൻ്റെ പരമാവധി ആത്മാർത്ഥവും പരമാവധി കഴിവും ഇവിടെ ഉപയോഗിക്കും എന്നുള്ളത് വാക്ക് തരികയാണ്. പരമാവധി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുമോ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ അത് ഉറപ്പ് തരികയാണ്. മാക്സിമം എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എവിടേക്ക് ഓപ്പർച്യൂണിറ്റി അതൊന്നും മിസ്സാക്കില്ല. പിന്നെ പറഞ്ഞ പോലെ സ്റ്റാഫിൻ്റെ അത് പറഞ്ഞു, പക്ഷേ സ്റ്റാഫിൻ്റെ അതൊന്നും നമുക്ക് പ്രശ്നമാവാത്ത രീതിക്ക് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും.